ഓൾക്കൊരു ആശയുണ്ട്. എന്തെല്ലാം ആശ റബ്ബേ, എന്തെല്ലാം ആശ. മിഞ്ഞാന്നാരോ ഒരാൾ പറഞ്ഞു, ഉസ്താദേ എന്റെ തിരിയൊക്കെ ഒരു ആശ ഉസ്താദ്. എന്തും ചോദിക്കുമ്പോ ടിറമിസ് ഐസ്ക്രീം തിന്നാൻ ആശ. എന്തെന്ന് ഇപ്പൊ കൽക്കട്ട റസ്വി ഉസ്താദിന് എന്ത് ചോദിക്കുന്നു? ഇപ്പൊ മൂപ്പര ഭാര്യനെ കൊണ്ട് മൂപ്പർ കുടുംബം നോക്കാം. തിറമിസ് ഐസ്ക്രീം എന്ന് പറഞ്ഞിട്ട് ഇതൊക്കെ വല്ലതും മനസ്സിലായ? നിങ്ങൾ ഇപ്പൊ അടക്ക ചൊല്ലിക്കൊണ്ടിരിക്കും തിരമിസ് ഐസ്ക്രീം. ഇത് പറയാനും പേടി. ഇപ്പൊ നാളെ വാതിൽ കഴിഞ്ഞിട്ട് ഉമ്മ പെങ്ങന്മാരെല്ലാം പറയും, അതെന്തല്ലോ അങ്ങനത്തെ ഐസ്ക്രീം ഉസ്താദ് കൊണ്ടു വേണമെങ്കിൽ ഭയങ്കര ഐസ്ക്രീം ആയിട്ട് മാപ്പിളമാർക്ക് പണി കിട്ടിയ നല്ലൊരു ഐസ്. ഞാനിപ്പോ അതിന്റെ അഡ്വർടൈസ്മെന്റ് തന്നൊന്നുമല്ല. ഇപ്പൊ സാധനത്തിൽ ഇത് വരെ തിരമിസ് ഐസ്ക്രീം, ഡ്രീം കേക്ക്. പണ്ടത്തെ കേക്ക് എല്ലാം കഴിഞ്ഞ് ഇപ്പൊ സ്വപ്നത്തിന്റെ കേക്കാണ്, കിനാവിന്റെ കേക്ക്, ഡ്രീം കേക്ക്. കുട്ടികളെല്ലാം പറയുന്നതന്നെ ഇങ്ങനെ, തിരമിസ് ഐസ്ക്രീം കൊണ്ടുവരാ. ഞങ്ങൾക്ക് സമുദ്രത്തിന്റെ തിരമാലയെ കേട്ട് പരിചയമുണ്ട്. തിരമിസ് ഐസ്ക്രീം ബാപ്പ, ഡ്രീം കേക്ക്. പണ്ടത്തെ കുട്ടികളെല്ലാം കേക്ക് കൊണ്ടുവരും ബാപ്പ, അങ്ങനെ പറഞ്ഞു, കേക്ക് കൊണ്ടുവരും ബാപ്പ. ഇപ്പൊ അപ്പൊ ഡ്രീം കേക്ക് ബാപ്പ, ഡ്രീം കേക്ക്. നിങ്ങൾ ഡ്രീം കേക്ക് തിന്നിട്ട് എന്നെ നിങ്ങൾ ഒരു സൈസ് ഡ്രീം ആക്കുവാറ് ഗ്യാരണ്ടി. ഞാൻ പറഞ്ഞത് വിഷയം മറക്കണ്ട. അങ്ങനത്തെ ഒരു കാലം ഇപ്പൊ എന്തിനാ ഇപ്പൊ തിരമിസിന്റെയും ഡ്രീം കേക്കിന്റെ വിഷയം പറഞ്ഞതിന് മുമ്പ് എന്താ പറഞ്ഞ? ഈ കുറച്ച് ഒന്ന് കൂട്ടുന്ന മുമ്പ് എന്ത് പറഞ്ഞ ഒന്ന് പറ. നിങ്ങൾ പറയും, ഓര് പറയാലോ നിങ്ങൾക്കറിയാം. ഇങ്ങനെ പറയും മനുഷ്യന്മാരെ. സമയം കഴിഞ്ഞ് 20 മിനിറ്റേ ഉള്ളൂ. 11 മണിക്ക് ഞാൻ നിർത്തും. നിങ്ങളിപ്പോ എന്റെ കൂടെ ഉണ്ടായില്ല ഞാൻ നോക്കണ്ട. അല്ലെങ്കിൽ എന്താ ഇങ്ങനെ ദിക്ർ ചൊല്ലുന്നുണ്ട്, തസ്ബീഹ് ഒന്ന് പറഞ്ഞ് ശേഖരിക്കും മനുഷ്യന്മാരെ. തെല്ലും കിറുഫല്ലാത്ത മനുഷ്യന്മാരായി പോയാൽ കൗൺസിലിംഗ് നോക്കുമ്പോ ഈ പെൺകുട്ടിക്ക് ഒരു ആഗ്രഹം ഉണ്ട് എന്ന് പറഞ്ഞു. എന്താ ആഗ്രഹം? ഓൾക്ക് ആണാവാൻ ആശല. ബാല്യക്കാർ കേൾക്കാൻ വേണ്ടി ഞാൻ പറയുന്നത്. ബാല്യക്കാർ മഞ്ഞനാടി ഉറൂസിന്റെ സദസ്സില് ഈ സദസ്സ് നിറയെ എന്റെ വാല് കേട്ടുകൊണ്ടിരിക്കുന്ന എന്റെ ജ്യേഷ്ഠാനുജന്മാരായ യുവാക്കളോട് ഞാൻ പറയാം, ഞങ്ങൾ തെറ്റുമ്പോ ഞങ്ങളെ പെങ്ങന്മാര് തെറ്റാണ്. ഞങ്ങളെ കണ്ടിട്ട് എന്തേ ഓൾക്കൊരു ആശ ആണാവണോ? അപ്പോ ഓളെ എങ്ങനെയെങ്കിലും ശരിയാക്കണല്ലേ. മയ്യത്ത് കൊണ്ടുപോകുന്നവരെ പെണ്ണായിട്ട് തന്നെ വേണോ? ഉമ്മാക്കും ബാപ്പക്കും അങ്ങനത്തെ ഒരു ആശ. ഓൾ മരിക്കണവരെ പെണ്ണായിട്ട് തന്നെ വേണം. ആണായിട്ട് പെണ്ണായിട്ട് തന്നെ സുധാരിക്കാൻ കഴിയുന്നില്ല, ആണായിട്ടൊക്കെ സുധാരിക്കും. അപ്പൊ ലാസ്റ്റ് വിളിച്ച് കൗൺസിലിങ്ങിന് കൊണ്ട് അപ്പൊ ഇയാൾ ചോദിച്ചു ഓളോട്, എന്ത് നിനക്ക് ഇങ്ങനത്തെ ഒരു ആശ? എന്തെല്ലാം ആശയുണ്ട്? ടിറമിസ് ഐസ്ക്രീം തിന്നുന്ന ആശ, ഡ്രീം കേക്ക് തിന്നുന്ന ആശ, നിനക്ക് എന്താ ഇങ്ങനത്തെ ഒരു ആശ? അപ്പൊ ഓൾ പറയുന്നില്ല, അല്ല എന്റെ പൊരല് എന്റെ ആങ്ങളമാരെല്ലാം രാത്രി എത്ര നേരം വരെ പുറത്തു പോയിട്ട്, രാത്രി 1 മണി വരെ പുറത്തു പോയിട്ട് 1 മണിക്ക് പുറക്കെത്തിയാലും എന്റെ ബാപ്പക്ക് ഒരു ടെൻഷനും ഇല്ല, ഉമ്മക്ക് ഒരു ടെൻഷനും ഇല്ല. ഓൻ എവിടെ പോയിട്ട് ലാഗടിച്ച് വേണമെങ്കിൽ പറ്റും. ഉമ്മക്ക് ബേജാറില്ല, ബാപ്പക്ക് ബേജാറില്ല. ഞാനെങ്കാലും ശരിക്കും ശ്രദ്ധിക്കണേ ജേഷ്ഠാനുജന്മാർ, യുവാക്കൾ ശ്രദ്ധിക്കണേ. ഈ പെൺകുട്ടി പറയാണ് കൗൺസിലിംഗ് നടത്തുന്ന ആളോട്, ഞാനെങ്കാലും സ്കൂളിൽ പോയിട്ട് വരുന്നത് 10 മിനിറ്റ് ലേറ്റായ മതി. 10 മിനിറ്റ് ലേറ്റായ മതി. അപ്പൊ തന്നെ വിളിച്ച്, എവിടെ ഉണ്ടേ എവിടെ ഉണ്ട്? അവസാനം ഒരു നേ ഉണ്ടല്ലോ, ഒരു സായുധായ ഒരു നേ ഉണ്ടാവും. എവിടെ ഉണ്ട് ചോദിക്കും. എനിക്കിത് സഹിക്കാൻ കഴിയണില്ല. അതുകൊണ്ട് എന്റെ ആങ്ങളമാര് എത്ര പുറത്തു പോയാലും തിരിച്ചു വന്നിട്ട് 1 മണി രാത്രി വന്നാലും ഏടത്ത് വരുന്നേ, ഏടുക്ക് പോയിനെ, ഇതുവരെ എവിടെ മര കെട്ടിനെ, ഒന്നും ചോദിക്കണില്ല. അതുകൊണ്ട് എനിക്കൊരാശുണ്ട്, ഓരെ പോലെ എനിക്കാകണോ. നിങ്ങൾ ആഴ്ചക്ക് ആരാ ഓളെ മനസ്സിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകും? കാരണം ഓളെ ആങ്ങളമാർ. ഞാൻ പറയട്ടെ, ആയിഷത്തുൽ ബൗനിയ റളിയല്ലാഹു അൻഹാ 15-ാം വയസ്സ് എന്ന് തോന്നുന്നു ഹജ്ജിന് പോയ മഹദിയാണ്. 8-ാം വയസ്സിൽ പരിശുദ്ധ ഖുർആൻ കാണാതെ പഠിച്ചു. ആ മഹദിയുടെ പ്രത്യേകത എന്താണെന്നറിയുമോ? വലിയ പദ്യം രചിച്ച മഹദിയായിരുന്നു. എന്തിനെ കുറിച്ചുള്ള പദ്യമാണ്? എന്തിനെ കുറിച്ചുള്ള ബൈത്തുകളാണ്? ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ
ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ചുള്ള പാട്ടാണ്. എത്ര ഗ്രന്ഥങ്ങളാണ് ആ മഹദി രചിച്ചിട്ടുള്ളത്. അറബി ഭാഷയിലുള്ള മദ്ഹിന്റെ പദ്യങ്ങളാണ്. ഫിഖ്ഹിന്റെ പണ്ഡിതന്മാർ വലിയ വലിയ ഫിഖ്ഹിന്റെ കിതാബുകൾ രചിച്ചപ്പോ ആ രചിച്ച പണ്ഡിതന്മാരോട് പോയി സമ്മതം ചോദിച്ചിട്ട് നിങ്ങളുടെ കിതാബിൽ പറഞ്ഞ മസലകൾ ഞാനൊരു പദ്യത്തിന്റെ രൂപത്തിൽ അവതരിപ്പിക്കാൻ സമ്മതം തരുമോ? ആ ഫിഖ്ഹിന്റെ പണ്ഡിതന്മാരോട് സമ്മതം ചോദിച്ച് അക്കാലത്ത് ജീവിച്ചിട്ടുള്ള ആയിഷത്തുൽ ബാഉനിയ റളിയല്ലാഹു അൻഹാ എന്ന മഹദി പദ്യത്തിന്റെ കിതാബ് രചിച്ചല്ലോ. പാപ്പയായ ശൈഖ് യൂസുഫുൽ ബാഉനി റളിയല്ലാഹു അൻഹു മോളെ പഠിപ്പിക്കാത്തതല്ലോ, പഠിപ്പിച്ചു എന്ന് മാത്രമല്ല പഠിപ്പിക്കേണ്ട രൂപത്തിൽ പഠിപ്പിച്ചതാ. എങ്ങനെയെങ്കിലും പഠിപ്പിച്ചാ പറ്റൂലല്ലോ. എന്തേ കാരണമെന്നറിയുമോ? കുടുംബ ജീവിതത്തെ കുറിച്ച് ഞാൻ ഇപ്പൊ പറയില്ല. ഇൻഷാ അല്ലാഹ് ഈ മഞ്ഞനാട് ഉറൂസിന്റെ ബാലിന്റെ ബാക്കി നാളെ കണ്ണൂർ ജില്ലയിൽ, കേരളത്തിലെ കണ്ണൂർ ജില്ലയിൽ മുതുകുട്ടി എന്ന സ്ഥലത്ത് എനിക്ക് പറയാറുണ്ട്. അവിടെ നോട്ടീസിലുള്ള വിഷയം തന്നെ ഹാപ്പി ഫാമിലി എന്നാണ്. അവിടത്തേക്ക് ഞാൻ ബാക്കി വിഷയം നീട്ടിവെക്കുകയാ. പക്ഷേ പറയട്ടെ അപ്പാ, ഇവിടെ നിർവഹിക്കേണ്ട ദൗത്യം നിർവഹിച്ചില്ലെങ്കിലോ ഓ യുവാക്കള്, പടച്ചറപ്പിന്റെ ദീന് കൈവിട്ട് നടന്നാലോ, ഓ വാല് കേൾക്കുന്ന യുവതികള്, അള്ളാന്റെ ദീനിന്റെ നിയമങ്ങള് കാറ്റിൽ പറത്തി നടന്നാലോ, ദീന് കൈവിട്ട് നടന്നാലോ, പടച്ചറപ്പിന്റെ മുന്നിൽ പോയി ആഖിറത്തിൽ അദാബ് കാണുമ്പോ അവിടെ നിന്ന് ജനങ്ങൾ പറയുകയാണ് ഔ തഖൂല ഹീന തറൽ അദാബ, നീ അവിടെ പോയി നിന്റെ റബ്ബ് നിനക്ക് തരുന്ന ശിക്ഷയെ കാണുമ്പോ മനുഷ്യൻ അവിടുന്ന് പറയുകയാണ് ലൗ അന്നലി കറത ഫഅകൂന മിനൽ മുഹ്സിനീൻ. അല്ലാഹുവേ, എനിക്ക് ഒരു ചാൻസും കൂടി നീ തന്നാൽ, വീണ്ടും ഒരു ജന്മം എനിക്ക് നൽകിയാൽ, ദുനിയാവിലേക്ക് ഞാൻ മടങ്ങിപ്പോയാൽ അവിടെ ഞാൻ കുറെ നല്ലത് ചെയ്തിട്ട് തിരിച്ചു വരുമോ? പാപ്പാ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യുവാക്കളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. യുവതികളെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഉടനെ എന്നോടും നിങ്ങളോടും യജമാനനായ റബ്ബ് പറയുന്ന വാക്യം എന്താണ്? ബലാ, ഇപ്പൊ നിങ്ങൾക്കൊരു രണ്ടാമത്തെ ജീവൻ വേണമല്ലേ? ഇപ്പൊ രണ്ടാമതായി ദുനിയാവിലേക്ക് നിങ്ങൾക്ക് പോകാൻ ഒരാഗ്രഹമുണ്ടല്ലേ? നിങ്ങൾക്ക് ഒരു ജീവിതം കിട്ടിയിട്ട് നിങ്ങൾ എന്താക്കി? ഒരു ജീവിതം കിട്ടിയിട്ട് നിങ്ങൾ എന്താക്കി? എന്റെ ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ നിങ്ങൾക്ക് വന്നില്ലേ? ഒരുപാട് ദൃഷ്ടാന്തങ്ങൾ വന്നില്ലേ? മാരകമായ രോഗം പിടിപെട്ട് കിടന്ന കിടത്തത്തിലായവരെ നിങ്ങൾ കണ്ടില്ലേ? നടുറോട്ടിൽ പിടഞ്ഞു വീണ് മരിക്കുന്ന മയ്യത്തിനെ നിങ്ങളെ കണ്ണുകൊണ്ട് കണ്ടില്ലേ? ആ എല്ലാ ദൃഷ്ടാന്തങ്ങളെ കണ്ടിട്ട് പോലും ആ ദൃഷ്ടാന്തം കളവാണെന്ന് നിങ്ങൾ പറഞ്ഞു നടന്നില്ലേ? നിന്നോട് പണ്ഡിതന്മാര് ദീന് പറഞ്ഞു തരുമ്പോ, ഇൽമ പറഞ്ഞു തരുമ്പോ ആ ഇൽമ കേട്ടും നടക്കാൻ, അത് പഠിച്ചിട്ടും നടക്കാൻ നിനക്ക് നേരം കിട്ടിയില്ലല്ലോ. നിനക്ക് ഉറൂസിന് വന്നാല് പോലും അലഞ്ഞു തിരിഞ്ഞ് നടക്കാൻ സമയം കിട്ടിയെന്നല്ലാതെ വാലിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് വാല കേട്ടാ നിനക്ക് നേരം കിട്ടിയില്ലല്ലോ. വാല കേൾക്കുന്ന പെങ്ങള് ഔലിയാക്കളെ ഉറൂസിന് വന്നിട്ട് പോലും ഇൽമ കേൾക്കാൻ പെണ്ണുങ്ങൾക്ക് വേണ്ടി മാത്രം പ്രത്യേകമായ ഒരു സ്ഥലം സൗകര്യപ്പെടുത്തിയിട്ട് ആ സ്ഥലത്ത് സ്വർഗത്തേക്ക് പോകുന്ന ഉമ്മമാർ, സ്വർഗത്തേക്ക് പോകുന്ന പെങ്ങന്മാർ അവരവിടെ വന്നിട്ട് ഇൽമ കേൾക്കുമ്പോ നിനക്ക് അങ്ങാടിയിലൂടെ കറങ്ങി നടക്കാനല്ലേ നേരം കിട്ടിയത്? ഇൽമ കേട്ട് പഠിക്കാൻ വാലിന്റെ സദസ്സിലെ കസേര വെച്ചപ്പോ ആ കസേരയിൽ വന്നിരിക്കാൻ നിന്റെ കിബിർ നിന്നെ വിട്ടില്ലല്ലേ? നിന്റെ
അഹങ്കാരം നിന്നെ വിട്ടില്ലല്ലേ? ഖുർആനിൽ അല്ലാഹ് പറയുകയാണ്, ഇല്ല ഇല്ല. അത്രയും ഒരു നീണ്ട പുരുഷായുസ് നിനക്ക് തന്നിട്ട് നിനക്ക് നന്നാകാനായില്ലെങ്കിൽ ഇനി നിനക്ക് രണ്ടാമത്തൊരു ജീവൻ വേണമെന്നല്ലേ? കിട്ടൂല മോനെ, കിട്ടൂല മോള്. വകുന്ത മിനൽ കാഫിരീൻ. ദുനിയാവിലെ നീ ആരായിട്ടാ പോയത്? അല്ലാഹനെ ധിക്കരിച്ച് നടന്നവനായിട്ടല്ലേ? അതുകൊണ്ട് ഇന്നത്തെ വാദിന്റെ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഒരു തീരുമാനമെടുത്തിട്ടേ പിരിയാവൂ. അടുത്ത മഞ്ഞനാടി ഉറൂസിന്റെ വാദിന് വരാൻ നൗഫൽ സഖാഫി ജീവനോടെ ഉണ്ടാകുമോ? പറയുന്ന എനിക്ക് ഉറപ്പില്ലല്ലോ. ടി.എച്ച്. ഉസ്താദിനെ പോലെയുള്ള, പഴശ്ശി ഉസ്താദിനെ പോലെയുള്ള എത്ര എത്ര വലിയ വലിയ പടുകൂറ്റൻ മണ്ഡിത വയോവൃത്ത പ്രഭുക്കളാണ്, വലിയ വലിയ ആലിമീങ്ങളാണ്, വലിയ വലിയ വാദ് പറഞ്ഞ പണ്ഡിതന്മാർ, വലിയ വലിയ ദർസ് നടത്തിയ പണ്ഡിതന്മാർ. അവർ മഞ്ഞനാടി ഉറൂസിൽ വന്ന് വാദ് പറഞ്ഞവരാ. ഇന്ന് ആറടി മണ്ണിൻ ചുവട്ടിൽ കിടക്കുകയാ. ഇതുപോലെ വാദ് പറയുന്ന മുസ്ലിയാരായ ഞാൻ ഏത് ഖബറിൽ എപ്പോ പോയി കിടക്കുമെന്ന് ഉറപ്പില്ലല്ലോ. എന്റെ വാദ കേൾക്കുന്ന നിങ്ങളോ, നിങ്ങൾക്കും ഉറപ്പില്ലല്ലോ. അതുകൊണ്ട് ഈ സദസ്സിൽ നിന്ന് പിരിയുമ്പോ ഒരു പ്രതിജ്ഞ എടുത്തിട്ടേ പിരിയാവൂ, ഒരു തീരുമാനമെടുത്തിട്ടേ പിരിയാവൂ. ഞാനൊന്ന് നന്നാകണോ? ഖിയാമത്ത് നാളിൽ വരുമ്പോ പാപ്പാ ശരിക്കും കേൾക്കണേ. വയൗമൽ ഖിയാമത്തി തറല്ലദീന കദബു അലല്ലാഹി ഉജൂഹുഹും മുസ്വദ്ദാ. ഖിയാമത്ത് നാളിൽ വരുമ്പോ ഒരു വിഭാഗം ആളുകളെ നിങ്ങൾക്ക് കാണാൻ കഴിയോ? അവരാരാണെന്നറിയുമോ? അല്ലാഹുവിന്റെ മേലെ കള്ളം പറഞ്ഞ് നടന്നവരാ, അല്ലാഹുവിനെ പറ്റിച്ച് നടന്നവരാ, ജനങ്ങളെ പറ്റിച്ച് നടന്നവരാ. ഒരു ഹക്കും ബാത്തിലും അവർക്കില്ലല്ലോ, ഒരു ഹക്കും ബാത്തിലും അവർക്കില്ലല്ലോ. തിന്നുന്നത് ഹലാല് മാത്രമായിരിക്കണോ? അവർക്കങ്ങനെ ഒരു വാശിയില്ല. ഒട്രാസി വയറ് നിറഞ്ഞാ മതി, ഒട്രാസി വയറ് നിറഞ്ഞാ മതി. ആരെ മങ്ക് മറലാക്കിയിട്ട് തിന്നാലും കുഴപ്പമില്ല, പാത്തിലായ പഴം കടിച്ചാലും കുഴപ്പമില്ല എന്ന് ചിന്തിച്ചിട്ട് അല്ലാഹുവിനെ പറ്റിച്ച് നടന്നവർ അവരെല്ലാം ഖിയാമത്ത് നാളിൽ വരുമ്പോ പറ്റിക്കണ്ട മനുഷ്യ, പറ്റിക്കണ്ട. ഒറ്റ കാര്യം പറഞ്ഞ് ഇന്നത്തെ വാദം നിർത്താണ് ഞാൻ. ഒരാളെയും പറ്റിക്കണ്ട. നീ പറ്റിച്ചിട്ട് നീ ഒന്ന് ആലോചിച്ച് നോക്ക്. ഞാൻ പറയാണ്, നീ ആരാനെ പറ്റിച്ചിട്ടുണ്ടാക്കിയ ഒരു 100 രൂപയാണോ 1000 രൂപയാണോ? അതിന്റെ ഗൗരവം മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. ഇവിടെ ആരും മുതലാളിയാകാൻ വേണ്ടി വാശി പിടിക്കണ്ട. മുതലാളിയാവണമെന്ന് ആഗ്രഹമുള്ളവർ കൈപൊക്കോട്ടെ. അമീച്ചക്കുണ്ടല്ലേ? പാവം അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ. അല്ലാഹു നല്ല ദീനീ ബോധമുള്ള ഒരുപാട് ആളുകൾക്ക് ഉപകാരം കിട്ടണ മുതലാളിയാക്കി കൊടുക്കട്ടെ. ഇന്നലെയെല്ലാം ഞാൻ ബാദപ്പുണിക്ക് വാദന പോയതാ. പടച്ചറബേ, ഒരു ബോക്സ് നിറയെ മുന്തിരിന്റെ ജ്യൂസ് ഉണ്ടാക്കണേ, മുന്തിരി പൾപ്പ്. കൂടുതലൊന്നും ഞാൻ പറയണില്ല. മിഞ്ഞാന്ന് തന്നെ ഒരു സ്ഥലത്ത് പറഞ്ഞതാ. ഗുജറാത്തിൽ നിന്ന് ഒരാൾ എനിക്ക് കുറെ ഉണക്കുമീൻ അയച്ചു എന്ന് അറിഞ്ഞിട്ട് പറഞ്ഞതാ. അപ്പോഴേക്ക് ഒരാൾ വിളിച്ചിട്ട് കുറച്ച് ഉണക്കുമീൻ എനിക്ക് കിട്ടുവാന്ന് ചോദിച്ചു. കണ്ണില് കടി മനുഷ്യനാക്കി. ഈ കണ്ണില് കടി കണ്ണില് കടി, കണ്ണില് കടി ഇല്ല. അത് കൂടുതലൊന്നും മനസ്സിലാക്കണ്ട. ഒറ്റ ഉദാഹരണം പറയാം, ബേൻ തിരിയുന്ന ഒരു ഉദാഹരണം പറയാം. കണ്ണിൽ കടി എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രം. ഇപ്പൊ ചരിത്രമൊന്നുമല്ല, ബേൻ തിരിയാൻ ഒരു നാടൻ ഉദാഹരണം, നമുക്കിടയിൽ നടക്കുന്ന ഒരു ഉദാഹരണം. എന്താണ്? രണ്ടാളിങ്ങനെ വരുന്നത്, രണ്ടാളിങ്ങനെ നടന്നോണ്ട് വന്നോണ്ട് ഉദാഹരണം പറയാം. മഞ്ഞനാടിക്ക് തന്നെ വന്നോണ്ട് ഒരാൾ അവിടെ നിൽപ്പുണ്ട്, സൈഡിൽ ഒരാൾ. അയാളോട് ചോദിച്ച്, നമ്മൾ ഹനീഫന്റെ പോരെ എവിടെയാന്ന് ചോദിച്ചു. ഉദാഹരണം, ഹനീഫ എന്ന് പറഞ്ഞ ഉദാഹരണം. ഇനിയിപ്പോ ഇവിടുത്തെ ഹനീഫന്മാരൊന്നും പ്രശ്നം ഉണ്ടാക്കിരണ്ട, അടുത്ത ഉറൂസിന് അയാൾ വേണ്ടാന്നൊന്നും പറഞ്ഞിരണ്ട. അപ്പൊ ഹനീഫന്റെ പോരെ എവിടെയെന്ന് ചോദിച്ചു. അപ്പൊ അവിടെ നിൽക്കുന്ന ഒരാൾക്ക് അയാൾക്ക് അധിക പ്രസംഗമൊന്നും ആവശ്യമില്ല, അയാൾ പറഞ്ഞു കൊടുത്താൽ മതിയായിരുന്നു. ഹനീഫന്റെ പോരെ ഇന്ന സ്ഥലത്ത് കഴിഞ്ഞു. അയാൾ ചോദിച്ചു, നിനക്ക് എന്തിനു മോനെ? ഞാൻ ചോദിച്ചു. അങ്ങനെ ചോദിച്ചെങ്കാ ഞാനിപ്പോ ഇങ്ങനെ അതിന് പോകുമ്പോ മഞ്ഞനാടി പിന്നെ ഞങ്ങൾക്ക് വന്ന് പരിചയമുള്ള സ്ഥലമായതുകൊണ്ട് ആരോടും ചോദിക്കാതെ തന്നെ ഡയറക്റ്റ് സ്റ്റേജിനടുത്തേക്ക് തന്നെ വരാം. പരിചയമില്ലാത്ത സ്ഥലത്താവുമ്പോ ഒരു സ്ഥലത്തേക്ക് ഇങ്ങനെ പോകുമ്പോ റോഡ് ചോദിച്ചു, അവിടെ എങ്ങനെ റൂട്ട് നിർത്തി വാതിന് പോവാണ് ഞാൻ. അപ്പൊ ചോദിക്കുമ്പോ റൂട്ട് പറഞ്ഞെന്നാ പോലെ അവിടെ നിങ്ങൾ ആരെ പുറക്ക് വന്നിനെ?
എന്തിനു വന്നില്ല? അതായത് അധിക പ്രസംഗം. ചില ആളുകളെ കുറിച്ച് പറയില്ലേ, ഓൻ കുറച്ച് അധിക പ്രസംഗി. അധിക പ്രസംഗി എന്ന് പറഞ്ഞാൽ യുവവാഗ്മി എന്നല്ല അതിന്റെ അർത്ഥം. പിന്നെ അധിക പ്രസംഗി എന്ന് പറഞ്ഞാൽ ആവശ്യമില്ലാതെ മിണ്ടുന്ന ആള്. ഇസ്ലാമിൽ ഏറ്റവും നല്ല കാര്യം എന്താണെന്നറിയോ? ഖുർആൻ ഖത്തം തീർക്കലൊന്നുമല്ല, അത് വേണോ വേണ്ടെന്നല്ല, അതെല്ലാം ഉള്ളവരിൽ തന്നെ വേണ്ട മറ്റൊരു സംഗതിയാണ്. എന്താണെന്നറിയോ? ആവശ്യമില്ലാത്തതെല്ലാം വിടണം, ആവശ്യമില്ലാത്തതെല്ലാം വിടണം. നമുക്കെന്തിനാ അതിന്റെ ആവശ്യം? നിങ്ങൾ ഏർക്ക് പോന്നേ? എന്തിനു പോന്നേ? ആരെ കാണാൻ പോന്നേ? ഇല്ല, ഇപ്പൊ ഞങ്ങളിൽ ഉള്ള സംഗതി പറയുമ്പോൾ ഞങ്ങൾക്ക് ചിരി വരുന്നു, വെറുതെക്കല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഇയാൾ ചോദിച്ചു, നിങ്ങൾ ഇപ്പൊ അനീഫന്റെ പുറക്ക് എന്തിനു പോന്നേ? അത് വേറൊന്നുമല്ല, അത് എന്റെ പെങ്ങക്കോ ഓനൊന്ന് ഒരു ആലോചന മിണ്ടാൻ പോന്നേ. ആ ഓനിപ്പൊ കുറച്ച് പൈസ എല്ലാം ആയ മണി, ഇപ്പൊ നല്ല പൊടി കാശെല്ലാം ഉണ്ടോ എന്റെ അടുത്ത്? ഇയാൾ പറയും. എന്നിട്ട് പിന്നെ പറയണേ എങ്ങനെ ആളെങ്ങനെ ചോദിച്ചു. ഓരവിടെ ചോദിച്ചു, ഈ കണ്ട ആളോട് ആളെങ്ങനെ ചോദിച്ചത് തന്നെ. അപ്പൊ ഇയാൾ പറഞ്ഞു, ഓ നല്ല ചക്കോ, ഓ നല്ല ചക്കോ. ചില കുടുംബത്തില് ചില കാരണന്മാരുണ്ടാവും. മഞ്ഞനാടിയിൽ അങ്ങനത്തെ വേഷന്മാർക്കൊന്നും അങ്ങനത്തെ പെദം ബുദ്ധിയില്ലാത്തൊന്നും ഇപ്പൊ കൂടുതലൊന്നും പറയുന്നില്ല. കുടുംബത്തിൽ ചില വേഷന്മാരുണ്ടാവും. ഓരോ കുടുംബത്തേക്ക് വരുന്ന എല്ലാ പൊതുവും ഇയാളെ വരണോ? എന്തിന് ബാപ്പ ഇതെല്ലാം മെരിക്കണ്ടേ ബാപ്പ? ഇയാളെ ഒരു ആഗ്രഹം, എന്റെ കുടുംബത്തേക്ക് വരുന്നല്ലോ, എന്റെ കേരളത്തിൽ തന്നെ വരണം പൊതു, അല്ലാത്തതല്ല ഇയാൾ മുടക്കി കളയും. അങ്ങനത്തെ ചില വൈശ്യന്മാരുണ്ട്. ഓരോ പറയുന്ന തന്നെ മുടക്കികൾ. മഞ്ഞളൊന്നും ഇല്ലാത്തതുകൊണ്ട് കൂടുതലൊന്നും പറയുന്നില്ല. അപ്പൊ എടുത്തു വായിക്ക് ഇയാൾ പറഞ്ഞെന്തറിയോ? ഇയാൾ പറഞ്ഞു, ഓ നല്ല ചക്കോ, ഓ നല്ല ചക്കന്നെ, ഓ നല്ല ചക്കോ, ഓ നല്ല ചക്കന്നെ എന്ന് പറയുമ്പോ ഇവർക്ക് ഡൗട്ടായി, എന്തുമാ ഒരു ഗുലുമാലുണ്ട് അതിന്റെ അപ്പുറം. അങ്ങനെ ഉണ്ട്. പിന്നെ ഓന്റെ ഉമ്മ മാത്രം, ഉമ്മ അവൾ വിടാലേ, മർമ്മോള് സ്വസ്ഥായിട്ട് ജീവിക്കാൻ വിടാലേ. പിന്നെ ഓ നല്ല എന്ത് കാര്യോ? പെണ്ണു കൊടുക്കുന്ന പുരക്ക് പുതിയാപ്പിള മാത്രം നന്നായിട്ട് മാറ്റും കാര്യല്ലേ? പുതിയാപ്പിളന്റെ ഉമ്മ നല്ല വേണോ? പുതിയാപ്പിളനെക്കാളും നല്ലത് വേണ്ടത് പുതിയാപ്പിളന്റെ ഉമ്മ. കാരണം പുതിയാപ്പിള പുതിയ പെണ്ണിനെ അടിക്കുമ്പോ ഉമ്മ പറയണോ, ഭാഷയല്ല നിക്ക് പറയണം, ഭാഷയല്ല നിക്ക് അവള് അടിക്കൂ, അങ്ങനെ പറയണോ? ഉമ്മാന്റെ വാക്ക് കേട്ടിട്ട് ഭാര്യനെ അടിക്കുന്നത് അങ്ങനത്തെ ഉമ്മാവണോ? ഇത് ഒന്നും കൊടുത്തപ്പോൾ ഉമ്മ മെല്ലെ മിൽക്കി വിളിച്ചിട്ട് പറയുന്നത്, എത്ര അടിച്ച മതിയാവല, ഭാഷ വരാല, രണ്ട് പൊളി കൊടുത്തു. ഞാൻ അങ്ങനെ ഉണ്ടെങ്കിൽ അങ്ങനെ അങ്ങനെ പറഞ്ഞു കൊടുക്കണം. കാരണം ഓൾ പോയിട്ട് വെറുതെ അവിടെ കുടുങ്ങിരണ്ടല്ലോ. ഇല്ലാത്തതിന് പറഞ്ഞു കൊടുക്കണ്ട, ഇല്ലാത്തത് പറഞ്ഞു കൊടുക്കണ്ട. ഞാൻ പറഞ്ഞു വന്നത്, ദുനിയാവിലേക്ക് വരുമ്പോ ബാപ്പ ആരും ഒന്നും കൊണ്ടുവന്നിട്ടില്ല. ഇവിടെ വലിയ പണക്കാരനായി മരിക്കണമെന്ന് ആരും ആഗ്രഹിക്കണ്ട. അള്ളാഹ് തന്നാ വാങ്ങാം. എന്താണെന്നറിയോ? ദുനിയാവിലേക്ക് വന്നപ്പോ ഇട്ട കുപ്പായ, രണ്ട് കുപ്പായത്തിന് കീശയില്ല. ഈ സദസ്സിൽ കീശയില്ലാത്ത കുപ്പായ ഇട്ടവർ കൈപൊക്കെ നോക്കട്ടെ, കീശയില്ലാത്ത കുപ്പായം.